ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു. ഈ യുദ്ധം ഇന്ത്യയെയും ബാധിക്കുമെന്നും അതിന് കാരണമാകുന്നത് ഹോർമുസ് കടലിടുക്കാണെന്നും വാർത്തകൾ വരുന്നു. ഇതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങളെ വരെ ബാധിക്കും. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. തെക്കു കിഴക്കുള്ള ഒമാൻ ഗൾഫിന്റെയും പേർഷ്യൻ ഗൾഫിന്റെയും ഇടയിൽ വരുന്ന ഇടുങ്ങിയതും തന്ത്രപ്രധാനവുമായ ഒരു ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഹോർമുസിന്റെ വടക്ക് തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് ഐക്യ അറബ് എമിറേറ്റും ഒമാന്റെ ഭാഗവുമായ മുസന്തവുമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ വീതി 33 കിലോമീറ്റർ, അതായത് 21 മൈൽ വരും. അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഇടനാഴിയായി കരുതപ്പെടുന്ന ഇടം കൂടിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് ഇറാന് വളരെ എളുപ്പമാണ്. ലോകത്തിലെ ഏറ്റവും ഊർജ്ജസമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാതക കയറ്റുമതിയുടെ പ്രധാന സഞ്ചാരപാതയാണ് ഹോർമുസ്. പേർഷ്യൻ ഗൾഫിലേക്കുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽ മാർഗമാണിത്. സൗദി, ഇറാഖ്, കുവൈറ്റ്, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കാൻ ഈ കടലിടുക്കിനെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷവും 2025 ആദ്യ പകുതിയിലും നടന്ന കടലുകളിലൂടെയുള്ള എണ്ണ കൈമാറ്റത്തിന്റെ 4/1 ലോകത്തെ ആകെ എണ്ണ ഇടപാടിന്റെ 5/1 ഹോർമുസിലൂടെ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രകൃതി വാതക കൈമാറ്റത്തിന്റെ 5/1 ഇതിലൂടെ ആയിരുന്നുവെന്ന് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സൗദി, UAE രാജ്യങ്ങൾക്ക് പൈപ്പ് ലൈനുകളിലൂടെ എണ്ണ കൈമാറുന്നുണ്ടെങ്കിലും പ്രതിദിനം 65 ലക്ഷം ബാരൽ മാത്രമാണത്. ഇതിന്റെ ഇരട്ടിയിലേറെയാണ് ഹോർമുസിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ലോകത്തിന് ആവശ്യമായ 5/1 എണ്ണയും ഏകദേശം 17 മില്യൺ ബാരൽ എണ്ണയാണ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്നത്. സംഘർഷാവസ്ഥ രൂക്ഷമായ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ഇന്ത്യയിലടക്കം ആശങ്ക ജനിപ്പിക്കുന്നത്. ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്കിന്റെ സ്തംഭനം ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത്. പ്രതിദിനം 55 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇതിൽ 15 ലക്ഷവും ജലമാർഗത്തിലൂടെയാണ് ഇന്ത്യയിൽ എത്തുന്നതും. ഹോർമുസ് അടച്ചിട്ടാൽ ഇന്ത്യ ഏറെ ക്ലേശം നേരിടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എണ്ണ വിലയിൽ വലിയ തോതിലുള്ള വർധനവായിരിക്കും ഉണ്ടാകുക. ഇത് അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിനാണ് കാരണമാവുക. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഈ പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയെയും സാരമായി തന്നെ ബാധിക്കും. ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണവും പ്രത്യാക്രമണവും നടത്തുന്നത് തുടരുന്നതിനാൽ ഹോർമുസ് കടലിലേക്കുള്ള പ്രവേശനം ഇറാൻ നിയന്ത്രിക്കുകയോ തടയുകയോ ചെയ്യുമെന്ന ആശങ്കയാണ് വർദ്ധിച്ചു വരുന്നത്. അതിനാൽ തന്നെ ഇതുവഴിയുള്ള എണ്ണയുടെ വരവും ഇന്ത്യൻ കയറ്റുമതിയുമൊക്കെ ഇന്ത്യയെ പ്രതികൂലമായി തന്നെയാണ് ബാധിക്കുക.